അങ്ങനെ ടി വി എസിന്റെ വരാൻ പോകുന്ന അഡ്വഞ്ചർ ബൈക്കിന്റെ ഫൈനൽ ടീസർ വന്നിരിക്കുക. ഇന്നാണ് ആ ദിവസം. ടി വി എസിന്റെ അഡ്വഞ്ചർ ബൈക്ക് ലോഞ്ച് ചെയ്യുന്ന ആ ദിവസം ഇന്നാണ്. പക്ഷെ ഇത് വരാൻ പോകുന്ന അപ്പാച്ചി ബ്രാൻഡിങ്ങിലാണ്. പക്ഷെ എനിക്ക് അത്ര ഒരു സംതൃപ്തി ഇല്ല. ടി വി എസിന്റെ ഒരു അഡ്വഞ്ചർ ബൈക്ക് അപ്പാച്ചി ബ്രാൻഡിങ്ങിൽ കൊണ്ടുവരിക എന്ന് പറയും. എനിക്ക് അതത്ര ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതായത് ഈ ബജാജ് ചെയ്യുന്ന കൂട്ട് എല്ലാ മോഡലും ഈ പൾസർ ബ്രാൻഡിങ്ങിൽ കൊണ്ടുവരാതെ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാൻഡിങ്ങും കൂടി മോട്ടോർ സൈക്കിൾ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ബജാജ് ചെയ്യുന്ന പരിപാടി തന്നെയാണ് ടി വി എസും ചെയ്യാൻ പോകുന്നത്. ബജാജ് ഈ തീരുമാനം റീതിങ്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഡോമിനോർ എന്ന് പറഞ്ഞൊരു മോട്ടോർ സൈക്കിൾ നമുക്ക് ലഭിക്കുകയാണ് ഉണ്ടായത്. അതായത് ഈ ടി വി എസിന്റെ അഡ്വഞ്ചർ ടൂറിംഗ് മോട്ടോർ സൈക്കിള് ഇനി ഈ മോട്ടോർ സൈക്കിളിന്റെ ബ്രാൻഡ് നെയിം വെച്ച് റൈഡേഴ്സ് ക്ലബ്ബുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ റൈഡേഴ്സ് ക്ലബ്ബ് അപ്പാച്ചി ബ്രാൻഡിങ്ങിൽ വരാതെ ഒരു പുതിയൊരു ബ്രാൻഡ് നെയിമിൽ വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ അഡ്വഞ്ചർ CC ബ്രാൻഡിങ്ങിൽ ഒരു മോട്ടോർ സൈക്കിളിൽ തന്നെ നിർത്തരുത്. 500 CCയുടെയും 1000 CCക്ക് മുകളിലോട്ടുള്ള മോട്ടോർ സൈക്കിളൊക്കെ ടി വി എസിന് കൊണ്ടുവരാം. അതായത് ടി വി എസിന്റെ അപ്പാച്ചി സീരീസ് തന്നെ വേറൊരു സെഗ്മെന്റിലും അഡ്വഞ്ചർ സെഗ്മെന്റ് എന്ന വേറെ തന്നെ ഒരു സെഗ്മെന്റ് ആണ്. അപ്പൊ അത് അപ്പാച്ചി ബ്രാൻഡിങ്ങിൽ കൊണ്ടുവന്നോട് എനിക്ക് യോജിപ്പില്ല. സത്യം പറഞ്ഞ ടി വി എസ് ആയാലും ഏത് ബ്രാൻഡ് ആയാലും അഡ്വഞ്ചർ ടൂറിംഗ് സെഗ്മെന്റിൽ നിങ്ങൾ ഒരു 300 CCയിൽ മാത്രം ഒതുക്കാതെ എന്റെ ബിഗ്ഗർ CC ആയിട്ടുള്ള വേരിയന്റുകൾ ഇറക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. 300 നിർത്താതെ 500 1000 CC മോട്ടോർ സൈക്കിളുകളൊക്കെ ഈ ADV സെഗ്മെന്റിൽ ഇറക്കണം. ഇങ്ങനെ വരുമ്പോൾ അപ്പാച്ചി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നെയിം ഒരു ബാധ്യതയാവില്ലേ എന്നതാണ് എന്റെ സംശയം. ഇനിയിപ്പോ ചിലരൊക്കെ ചോദിക്കും എന്താണ് അപ്പാച്ചി ബ്രാൻഡിങ്ങിന് ഈ മോട്ടോർ സൈക്കിൾ വന്നാൽ എന്താണ് കുഴപ്പമെന്ന്. അതൊരു മാർക്കറ്റിംഗ് രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ്. മോട്ടോർ സൈക്കിൾ വരട്ടെ. കൂടുതൽ പറഞ്ഞ് ദീർപ്പിക്കുന്നുമില്ല.